എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓംനി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വർഷമായി ഓംനി അക്കാഡമി ഡിപ്പാർട്ട്മെൻ്റൽ എക്സാമിനായിട്ടുള്ള ഓൺലൈൻ പരിശീലനം നടത്തി വരികയാണ്. ഇക്കാലയളവിൽ 1,00,000-ലധികം പേർ ഓംനി അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം ഫോളോ ചെയ്ത് മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഓംനി അക്കാഡമി ഡിപ്പാർട്ട്മെൻ്റൽ പരിശീലനത്തിനായുള്ള ഏറ്റവും മികച്ച യൂട്യൂബ് ചാനൽ എന്നുള്ള സ്ഥാനം കരസ്ഥമാക്കിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം കൊണ്ടാണ്. ഞങ്ങളുടെ ആരംഭകാലം മുതൽ തന്നെ PSC പരിശീലനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചെയ്യണമെന്ന് ധാരാളം പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്കുള്ള സമയക്കുറവ് മൂലം അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് ഓംനി അക്കാഡമി PSC പരിശീലനം കൂടെ ആരംഭിക്കുകയാണ്. ഈ ക്ലാസ്സുകൾ ധാരാളം പേർക്ക് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വള്ളത്തോൾ പുരസ്കാരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അപ്പോൾ തുടങ്ങാം. അന്തരിച്ച പ്രശസ്ത മലയാള കവിയായ വള്ളത്തോളിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1991. വള്ളത്തോളിൻ്റെ സ്മരണാർത്ഥം വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. 1991 മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്. നിലവിലെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1,11,111 രൂപയാണ്. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 6 ഇടുക, അതാണ് വള്ളത്തോൾ സമ്മാനത്തുക. 1,11,111 രൂപ. വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി പാല നാരായണൻ നായരാണ്. അദ്ദേഹത്തിന് 1991 വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത്. കേരളം വളരുന്നു എന്ന കൃതി പാല നാരായണൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. ഓർക്കുക, കേരളം വളരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയ്ക്ക് 1993 വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത്. അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയും ബാലാമണി അമ്മയാണ്. ഇവിടെ നമുക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയും വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയും ബാലാമണി അമ്മ തന്നെയാണ്. ഒടുവിലായിട്ട് വള്ളത്തോൾ പുരസ്കാരം നൽകിയത് 2019. 2019 ശേഷം ഇതുവരെയും വള്ളത്തോൾ അവാർഡ് പ്രഖ്യാപിച്ചിട്ടില്ല. ഓർത്തിരിക്കുക, ഒടുവിലായിട്ട് നൽകിയത് 2019. ഇനി പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇതാണെൻ്റെ പേര്, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും, തീവണ്ടിക്കൊള്ള എന്നിവ. ഇതുകൂടാതെ വേറെയും പല കൃതികളുമുണ്ട്. അതൊക്കെ നമുക്ക് വേറെ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് വിധേയൻ. അപ്പോൾ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും എന്ന നോവലിനെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് വിധേയൻ. അതുപോലെ ഇതാണ് എൻ്റെ പേര് എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ. അപ്പോൾ മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ പേര്. ഇവ രണ്ടും പോൾ സക്കറിയയുടെ കൃതികളാണ്. ഓർത്തിരിക്കുക. വള്ളത്തോൾ അവാർഡ് ലഭിച്ച മറ്റു ചില വ്യക്തികളെ കൂടെ നമുക്ക് നോക്കാം. 2017 വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് പ്രഭാവർമ്മ. 2018 ലഭിച്ചത് M. മുകുന്ദൻ.
2017 വള്ളത്തോൾ അവാർഡ് ജേതാവ് പ്രഭാവർമ്മ. 2018 എം മുകുന്ദൻ. പ്രഭാവർമ്മയുടെ ഒരു പ്രശസ്തമായ കൃതിയാണ് ശ്യാമമാധവം. ശ്യാമമാധവം എന്ന കൃതിക്ക് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചു. അതുപോലെ എം മുകുന്ദൻ അറിയപ്പെടുന്നത് മയ്യഴിയുടെ കഥാകാരൻ എന്നാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന നോവലാണ് കേശവൻ്റെ വിലാപം. ഈ നോവലിൽ പ്രധാന കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ ഇ എം എസ് പ്രധാന കഥാപാത്രമായി വരുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏതാന്ന് ചോദിച്ചാൽ അത് കേശവൻ്റെ വിലാപം. ഈ നോവലിന് അദ്ദേഹത്തിന് വയലാർ അവാർഡും ലഭിച്ചു. അപ്പോൾ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ. വള്ളത്തോൾ അവാർഡ് ലഭിച്ച മറ്റു ചില പ്രധാന വ്യക്തികളാണ് തകഴി ശിവശങ്കരപിള്ള. അദ്ദേഹത്തിന് 1996 വള്ളത്തോൾ അവാർഡ് ലഭിച്ചു. സുഗതകുമാരിക്ക് 2003, എം ഡി വാസുദേവൻ നായർ 2005, ONV കുറുപ്പ് 2006. അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക. തകഴി ശിവശങ്കരപിള്ളയ്ക്ക് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് 1996, സുഗതകുമാരിക്ക് 2003, എം ഡി വാസുദേവൻ നായർക്ക് 2005, ONV കുറുപ്പ് 2006. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്കിത് ഒന്നുകൂടെ ഓടിച്ചു നോക്കാം. ഇപ്പോൾ വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയത്. നൽകി തുടങ്ങിയ വർഷം 1991. നിലവിലെ സമ്മാനത്തുക 1,11,111 രൂപ. വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി പാല നാരായണൻ നായർ. 1991 അദ്ദേഹത്തിന് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. ആദ്യ വനിത ബാലാമണി അമ്മ. വർഷം 1993. 2019 ഒടുവിലായിട്ട് വള്ളത്തോൾ അവാർഡ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇതാണെൻ്റെ പേര്, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും, തീവണ്ടിക്കൊള്ളാം. 2018 വള്ളത്തോൾ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ. 2017 പ്രഭാവർമ്മ. തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1996 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്. സുഗതകുമാരി 2003, എം ഡി വാസുദേവൻ നായർ 2005, ONV കുറുപ്പ് 2006 എന്നീ വർഷങ്ങളിലും ഇവർക്ക് ലഭിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വള്ളത്തോൾ അവാർഡിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.